പാവപ്പെട്ടവന്റെ അവകാശങ്ങളെ ചൂഷണം ചെയ്തിട്ട് പാവപ്പെട്ടവനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന കച്ചവടക്കാരെ അഭിസംബോധന ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ ചോദിച്ചതെന്നറിയോ? വൈലുൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും വസനൂഹും അയുഖ്സിറൂൻ. ഞാനിതൊക്കെ പറയുന്നത് ഖുർആന്റെ പ്രവചനങ്ങളാണ്. കളവിലും കച്ചവടത്തിലെ കെട്ടിമം കാണിച്ചിട്ട് പാവപ്പെട്ടവന്റെ ഗീസയിൽ കിടക്കുന്നത് ഹറാമ് വാങ്ങിച്ചെടുത്ത് തന്റെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുത്ത് ജീവിക്കുന്നവരോട് അല്ലാഹു പറഞ്ഞതെടാ പലിശക്കാരാ, എടാ മദ്യപിക്കുന്നവനെ, നിനക്ക് ദുനിയാവിന് ക്യാൻസർ വരുമെന്നല്ല, നിനക്ക് എയ്ഡ്സും എബോളയും വന്ന് പിടിച്ചിട്ട് നീ പുടുത്തുനാറി ചാകുമെടാന്ന് അല്ലാഹു ഭീഷണിപ്പെടുത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ അല്ലാഹു പറയേണ്ടത് എങ്ങനെയല്ലേ? കള്ളു കുടിച്ചവനോട് പലിശ വാങ്ങിച്ചവനും പാവപ്പെട്ടവനെ നഷ്ടപ്പെടുത്തിയവനോടുമൊക്കെ പറയേണ്ടത് നിനക്ക് ഗതി കെട്ടിട്ട് നീ ദുനിയാവിൽ തന്നെ അനുഭവിക്കുമെന്നല്ലേ അല്ലാഹു പറഞ്ഞത്? അങ്ങനെയൊന്നുമല്ല. കച്ചവടക്കാരന്റെ കൃത്രിമത്തെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു ചോദിച്ചത് അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ. നാളെ ഏകനായ പടച്ചറപ്പിന് മുമ്പിൽ വന്ന് നിൽക്കണമെന്നുള്ള ബോധം നിനക്കില്ലേ? ഈ ബോധമാണ് വേണ്ടത്. ഏത് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ, ഏത് ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ, നാളെ പടച്ചറപ്പിന് മുമ്പിൽ വന്ന് നിൽക്കണമെന്ന ബോധം നിനക്കില്ലയോ? ഈ ബോധമില്ലാതെ നീ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടിയിട്ട് കാര്യമല്ല എന്നല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഇവിടെ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട വിരുത്തുകളെ ചിന്താശേഷി പണയപ്പെടുത്തി പോയ അന്ധവിശ്വാസത്തിന്റെ വിളക്കുമാടത്തിൽ കിടന്നുറങ്ങിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാവിന്റെ നിശബ്ദതയിൽ തന്റെ പ്രിയപ്പെട്ട മകള് പട്ടിണി കൊണ്ട് വിശക്കുമ്പോ അവൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കാൻ തൊട്ടടുത്ത അയൽപക്കക്കാരന്റെ കയ്യിൽ നിന്ന് 10 റിയാൽ കടം വാങ്ങിച്ച പാവപ്പെട്ട പെണ്ണ്, ആ പെണ്ണ് തന്റെ മകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വാങ്ങിച്ച ഭക്ഷണത്തിന്റെ വിലയായി ആ ചെറുപ്പക്കാരൻ ചോദിച്ചവളുടെ ശരീരമോ? പാതിരാവിന്റെ നിശബ്ദതയിൽ ആരുമില്ലാത്ത ഇരുട്ടുമുറിയിലേക്ക് കടന്നു വന്നിട്ട് ആ പെണ്ണിന്റെ ശരീരത്തിന് വില പറഞ്ഞിട്ട് രാവിലെ നിനക്ക് നിന്ന് 10 റിയാലുകൾക്ക് പകരം ഇന്ന് രാത്രി നിന്റെ ഈ വെണ്ണ പോലെ മൃദുവായ ശരീരം എനിക്ക് വേണമെന്ന് പറഞ്ഞു ആ പെണ്ണിനെ വിവസ്ത്രയാക്കി അവളുടെ ശരീരത്തിന്റെ മുകളിലേക്ക് മലത്തി കിടത്തി അവളുടെ ശാരീരിക ബന്ധത്തിന് വേണ്ടി കയറവേ, അവളുടെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറവേ. ഞാൻ ഇത്രത്തോളം സ്ഫുടമായിട്ട് നിങ്ങളോട് വിവരിച്ചു പറയുന്നതിന്റെ ആലങ്കാരികൾക്ക് വേണ്ടിയല്ല. സമകാലീന ലോകത്ത് കാണുന്ന ഓരോ തെറ്റുകളുടെ വിളക്കുമാടത്തിലേക്ക് പാവങ്ങളെ വിളിച്ചടിക്കുമ്പോ ആ സമയത്തൊക്കെ ഓർക്കേണ്ടത്, ശരീരത്തിൽ ഒരു നൂൽബന്ധമില്ലാതെ ഒരാണും പെണ്ണുമാനുമില്ലാത്ത ബെഡ്റൂമില് ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് പടന്നു കയറവേ, ആ പെണ്ണിന്റെ ശരീരം വേർപ്പിൽ മുങ്ങിക്കൊടുക്കുകയാ. അവളുടെ ശരീരം കിടന്ന് പറക്കാനുണങ്ങി, അവളുടെ ഞരമ്പുകളെ ത്രസിക്കാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരൻ നിന്റെ ശരീരത്തിലേക്ക് നഗ്നമേനികൾ തമ്മിൽ ശരീരത്തിലേക്ക് പടന്നു കയറുന്ന വികാരത്തിന്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിയുന്ന സമയം, ഏത് സമയത്തും പിടിച്ചു നിൽക്കുന്ന ഈമാൻ പെണ്ണിന് നഷ്ടപ്പെടുന്ന സമയം ആ കടന്ന പെണ്ണ് നിലവിളിക്കുകയാ. അവളുടെ കവിളിലൂടെ കവിൾത്തടത്തിലൂടെ കണ്ണീര് തരം തല്ലിയാ തുടങ്ങുമ്പോ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, പെണ്ണേ എന്തിനാണ് നീ കരയുന്നത്? ഒരാണും പെണ്ണും തമ്മിൽ മൗനാനുരാഗത്തിന്റെ സമഞ്ജസ മേഖലയിലോട്ട് കടന്നു ചെല്ലുന്ന ശരീരത്തോട് കഥ പറയുന്ന രതിസുഖത്തിന്റെ അഗാധതയിലോട്ട് കടന്നു പോകുന്ന സമയത്ത് എന്തിനാ പെണ്ണേ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞ മറുപടി, എനിക്ക് പേടിയാ, എനിക്ക് പേടിയാവുന്ന ആരെയാ പേടി, എനിക്ക് പേടിയാവുകയാ പെണ്ണേ, ആരും നമ്മളെ കാണുന്നില്ലല്ലോ, എല്ലാ വാതിലുകളും ഞാൻ കുട്ടിയിട്ടല്ലോ, ആരും നമ്മളെ കണ്ടില്ലല്ലോ, പിന്നെ ആരെ നിനക്ക് പേടിയെന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്റെ യുവസമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാ. ആ പെണ്ണ് പറഞ്ഞു, ചെറുപ്പക്കാരാ, ഞാൻ പേടിക്കുന്നത് എന്റെ അയൽപക്കക്കാരെ കാണുമോ എന്നല്ല, എന്റെ ഭർത്താവ് അറിയുമോ എന്നല്ല, ആളുകളിൽ അറിഞ്ഞാൽ എന്റെ അവസ്ഥ എന്നല്ല, പിന്നെയോ ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. സർവലോകരെ
രക്ഷിതാവായ എന്റെ റബ്ബിനെ എനിക്ക് പേടിയാ, എനിക്ക് നരകത്തെ പേടിയാ, എനിക്ക് മീസാൻ പേടിയാ, എനിക്ക് സിറാത്ത് പേടിയാ. ഇതെല്ലാം അറിയുന്ന റബ്ബിന്റെ മുമ്പിൽ നാളെ വിചാരണക്ക് നിൽക്കുന്ന ദിവസത്തെ എനിക്ക് പേടിയാന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയാ ഹറാമിൽ നിന്ന് മാറിപ്പോയെങ്കിൽ നാളെ വരില്ല സഹോദരങ്ങള്. നാളെ നരകത്തിന്റെ മുമ്പിലും സ്വർഗത്തിന്റെ നടുവിലും നിൽക്കുന്ന പടച്ചറപ്പിന്റെ വിചാരണക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കുന്ന ഒരു ദിവസം വരാനില്ല പെണ്ണേ. ആ ദിവസമാണ് വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറാ വലൈസ ലിൽഇൻസാനി ഇല്ലാ മാ സആ. ആരാര് സഹായിക്കാനില്ലാതെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലാ റഹ്മാനി വഫദാ വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ. നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ ഓരോരുത്തരും നിൽക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് പേടിയില്ലാത്തവനോട് പിന്നെ ഭൂമിയിലെ നീതിയെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു നമുക്ക് ആ ഭയം തരട്ടെ. കേട്ടിട്ട് ഒരാൾക്കൊരു ഭയമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ആമീൻ കേട്ടിട്ട് അള്ളാഹു നമുക്ക് ആ ഭയം തരട്ടെ. മുറക്ക ആമീൻ പറ. മനുഷ്യന്മാരെ, നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാർ, അള്ളാഹു ആ ഭയം നമുക്ക് തരട്ടെ. ആ ഭയം എപ്പോഴും വേണം ജീവിതത്തിൽ. കൗലിലും ഫീലിലും ഫിക്റിലും വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും. ആ പേടിയില്ലെങ്കിൽ പിന്നെ നമുക്കെങ്ങനെയാ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ധൈര്യത്തോടെ പോയി നിൽക്കാൻ കഴിയുക? പരലോകത്തിന്റെ പരിഭ്രാന്തിയെ നമുക്ക് അതിജീവിക്കാൻ കഴിയുക? പരലോകം യഥാർത്ഥത്തിൽ വലിയൊരു പരിഭ്രാന്തിയാണ്. പരലോകം എന്ന് പറയുന്നത് ഒരു പരിഭ്രാന്തിയുടെ ലോകമാണ്. ആരുമില്ല അവിടെ, ഒരാളുമില്ല. അള്ളാഹു നമുക്ക് അവിടെ കൂട്ടുകാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിഭ്രാന്തികളില്ലാതെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരലോകവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അള്ളാഹു നമ്മുടെ മനസ്സിൽ ആ ഒരു ബോധമുണ്ടായി. ഞാൻ ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്ത്, ദൂരത്തിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തി, വഅദ് പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആ സമയത്തൊക്കെ നമുക്കുണ്ടാകേണ്ടത് ഈ പറച്ചിലിനും ഈ കൂടിച്ചേരലിനും ഒക്കെ കഴിഞ്ഞ് പിരിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുവോ അതാണ് ഇതിന്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ട്. കാരുണ്യം 2015 എന്നൊരു പരിപാടി, 3 പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്നു, വിവാഹ ധനസഹായം കൊടുക്കുന്നു. അതൊക്കെ അൽഹംദുലില്ലാഹ് നല്ല കാര്യം. അതൊക്കെ കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞ് അവര് പോകും സംതൃപ്തിയോടെ, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിരിയുമ്പോൾ ആകെ റിസൾട്ട് 2-3 ദിവസം മതപ്രസംഗം നടത്തി. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തഖ്വ എത്ര ബാക്കിയായി എന്നതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് ആർക്കൊക്കെ പ്രയോജനം ചെയ്തു? ഇവിടെ എല്ലാ ഉസ്താദന്മാരും വന്നു, കബീർ വാക്കവി വന്നു, പ്രസംഗിച്ചു എന്നൊക്കെ നാളെ നമുക്കൊക്കെ പറയാം. പക്ഷെ പ്രസംഗം കഴിഞ്ഞ് എന്ത് ബാക്കി ഉണ്ടായി എന്നുള്ള പ്രസക്തമായൊരു ചോദ്യമാണ്. അതില് പിന്നെന്താ അതിന്റെ അർത്ഥം? പരലോകത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഞാൻ ഇത്രയും ദൂരെ നിന്ന് യാത്ര ചെയ്ത് ഈ 2 മണിക്കൂർ പ്രസംഗത്തിന് വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഞാൻ 14 മണിക്കൂർ യാത്ര ചെയ്യും. ഇത്തിരി നേരത്തെ എത്തിയാൽ കണ്ണൂരെത്തിയപ്പോൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പോയി. എങ്ങനെയെങ്കിലും ഒന്നൊരു വർക്ക്ഷോപ്പിൽ കയറി നന്നാക്കി ഇങ്ങോട്ട് വരാൻ അൻവർ കടന്ന് വിളിക്കുന്നുണ്ട്, വിളിയോട് വിളി. വരാൻ വേണ്ടി പാഞ്ഞ് വണ്ടിയിലോട്ട് കയറാൻ പോയാ ഞാൻ ഡ്രൈവറോട് പിന്നെ വണ്ടി എടുത്ത് പെട്ടെന്ന് പോകണം, എത്ര 8 മണിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞ് പാഞ്ഞ് വരുമ്പോഴാ ഒരാൾ ഓട്ടോയിൽ നിന്ന് ചാടി. വാക്കവിയല്ലേ അമ്മനത്, ഞാൻ എത്ര ആളുണ്ട് കാണാൻ വേണ്ടിയിരിക്കുക. പുള്ളിയാൾ കൂടെ കൂടി. പിന്നെ വണ്ടി കയറാൻ സമ്മതിക്കും. ഒരു ഡേറ്റ് ഇപ്പോൾ വേണം, ഞങ്ങൾക്ക് ജനുവരി ഡേറ്റ് വേണം. ഞാൻ പറഞ്ഞു ഇപ്പം ഡേറ്റ് ഇല്ല, ജനുവരി ഇപ്പം ഡിസംബറിൽ വന്നിട്ട് ജനുവരി ഡേറ്റ് വേണമെന്ന് കണ്ണൂർ അങ്ങാടി വെച്ചാൽ ഞാനങ്ങനെ ഒരു അനുഭവം പറയും. ഇപ്പം ഇന്നുണ്ടായത് ഒരു 10,000 പ്രാവശ്യം ഞാൻ പറഞ്ഞു ജനുവരി ഡേറ്റ് ഇല്ല, ജനുവരി ഡേറ്റ് ഇല്ല, റമദാൻ വരെ പറ്റില്ല, അടുത്ത മാസമാണ്, പരിപാടികളൊക്കെ ബുക്കായി, ഇപ്പോൾ അതൊക്കെ മാറാൻ പറ്റൂല. നിങ്ങൾ അയാൾ മൂവാറ്റുപുഴക്കാരനാണ്. മൂവാറ്റുപുഴക്കാരൻ അവിടെ എന്തോ ജോലി, റോഡിൽ നിന്നിട്ട് അയാൾ കയറില്ല, വണ്ടി കയറാൻ സമ്മതിക്കില്ല. എനിക്കാണ് ഇങ്ങോട്ട് വരണം, ഇവിടെ കൃത്യസമയത്ത് ഞാൻ എത്തണ്ട. ഈ കഥയൊക്കെ നിങ്ങൾക്കറിയും. ഒരു 10 മിനിറ്റ് അയാൾ വിടാതെ കൈ പിടിച്ച് ഞാൻ പറഞ്ഞു ഇല്ല റമദാൻ വരെ ഇല്ല, എന്നാ ജനുവരി എത്താ. ഞാൻ പറഞ്ഞു ഇല്ല മെയ് വരെ ഫുള്ള, എന്നാ ഫെബ്രുവരി എത്താ.
പണ്ട് EP ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. വണ്ടിയിൽ പാതിരാത്രി 12 മണിക്ക് വന്നു കഴിഞ്ഞ് പോയപ്പോൾ വണ്ടി ഇടിച്ചു. പാവപ്പെട്ടവൻ കയ്യിൽ രക്തമൊക്കെ ആക്കി പിടിച്ച് ആളുകളെല്ലാം കൂടെ പൊക്കിയെടുത്ത് ഡിവൈഡറിന്റെ മുമ്പിൽ കൊണ്ടിരുത്തി. 108 ആംബുലൻസിൽ വിളിച്ചിട്ട് ആളുകൾ കാത്തിരിക്കുക വണ്ടി ഇടിച്ച സമയത്ത്. ആ സമയത്ത് കുറെ ആളുകൾ ഓടിക്കൂടി. അതിൽ ഒരാൾ വന്നിട്ട് EP ഇങ്ങനെ ചോരയൊക്കെ ഒലിച്ച് 108 ആംബുലൻസ് വരുന്നതും കാത്തിരിക്കുക. അവൻ്റെ EP ഉസ്താദല്ലാതെ ഒരു ഡേറ്റ് വരൂ. ഇയാളെന്നെ വീട്ടിലെ കയ്യെ പിടിച്ച് വലിയോട് വലിയ. ഞാൻ പറഞ്ഞു ഇല്ല സുഹൃത്തെ ഇല്ല, എൻ്റെ പൊന്നു ഹബീബ ഇല്ല. ഇങ്ങനെ ഞാൻ വർത്താനം പറഞ്ഞു. അവസാനം ഞാനൊരല്പം മുഷിഞ്ഞിട്ട് ഞാൻ പോലും, നിങ്ങൾ ഈ കണ്ണൂർ ടൗണിൽ വന്ന് നിന്നിട്ട് മൂവാറ്റുപുഴയുള്ള നിങ്ങൾ ഇപ്പൊ ഡേറ്റ് തരണമെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ തരിക? നിങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് വെച്ച് സംസാരിക്കാം. അത് പറഞ്ഞത് തെറ്റാണോ ശരിയാണോ? എനിക്കിവിടെ വരണ്ടേ? ഞാൻ വണ്ടി കയറിയപ്പോൾ എൻ്റെ ഡ്രൈവറെ വിളിച്ചിട്ട് ബാക്കിയോട് കൂടുതൽ ഹെഡ് വെയിറ്റ് വേണ്ടെന്ന് പറഞ്ഞേക്കും. അയാൾ ആരാന്ന വിചാരം? അയാൾ പിന്നെ അയാളുടെ ട്യൂൺ മാറി. അയാൾ ആരാന്ന് അയാൾക്ക് എന്തെത്ര വലിയ തലക്കനം. അയാളോട് ഡേറ്റ് വെച്ച് അയാൾക്ക് സൗകര്യമില്ല. അയാൾക്ക് പിന്നെ സംസാരിക്കാം. 15 മിനിറ്റ് സംസാരിച്ചിട്ടാ പറയുന്നത്. ഇതാണ് ആളുകളുടെ മനോഭാവം. ഞാനീ പറഞ്ഞത് വഹ്ള് പറഞ്ഞിട്ടോ അല്ലെ ഡേറ്റ് കൊടുത്തിട്ടോ പോയി പ്രസംഗിച്ചിട്ടോ ഒരാളുടെയും പരിഭവങ്ങൾ തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. പിന്നെയും പരാതികൾ ബാക്കിയാണ്. നമ്മുടെ പെണ്ണുങ്ങളെ മരിക്കുന്നത് വരെ നമ്മൾ നോക്കിയാൽ അവസാനം മരിക്കാൻ നേരത്തും പറയും നിങ്ങളുടെ കൂടെ കൂടിയതിനു ശേഷം എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. അത് ഏറ്റവും എനിക്ക് ഹൈറം കത്തുന്നു പെണ്ണും പറയും, ആണ് പറയും. എപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരും മരിക്കാൻ നേരത്തും പെണ്ണ് പറയും പടച്ചോനെ നിങ്ങളുടെ കൂടെ കൂടിയതിനു ശേഷം. ആണും പറയും എത്രയോ നല്ലതിനെ പോയി ഞാൻ കണ്ടതാ പടച്ചോനെ, ഇതിനെ തന്നെ ഞാൻ ഉറപ്പിച്ചില്ല. ആ സമയത്ത് എൻ്റെ കണ്ണിന് എന്ത് ബാധിച്ചു? അതോ ഇവളുടെ ഉമ്മ കുടിക്കാൻ തന്ന വെള്ളത്തിൽ പൊടി കലക്കി തന്നതാണ് എന്തോ. പരാതിയും പരിഭവവും ആർക്കും തീരൂല്ല. പിന്നെ ആകെ തുക ഏതാ? ഇന്നിപ്പോ അയാൾ എനിക്കൊരു ശത്രു കൂടെ കൂടി കണ്ണൂർ വെച്ച് കണ്ടാൽ അയാളോട് സലാം അടക്കാതെ പോയിരുന്നെങ്കിൽ ഒരു വിത്രമായേനെ. അയാൾ തന്നെ എല്ലാ ഭാഗവും ഞങ്ങൾ കേൾക്കാൻ വരുന്നു. ഒരു ശത്രു കൂടെ എനിക്ക് കൂടി, അൽഹംദുലില്ലാഹ്. അപ്പോ ഞാൻ പറഞ്ഞത് ആർക്കും പരാതിയും പരിഭവവും ആർക്കും തീരൂല്ല. പിന്നെ ആകെ ഈ വഅ്ള് പറഞ്ഞതിന്റെ തുക എന്താ? ഇന്നിപ്പോ ഞാൻ വന്നിവിടെ കയറി 9:30 മണിയായി. പെട്ടെന്ന് കയറി ഡ്രസ്സ് മാറി. കുറെ പേര് ഡേറ്റ് ചോദിക്കാൻ വന്നു. അതിൽ ഒരാൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് വടകര ഫൈസലാജി പറഞ്ഞു വിട്ടാണ്. അപ്പോഴൊന്നും എനിക്ക് അവരോട് സംസാരിക്കാനില്ല. എൻ്റെ ലക്ഷ്യം ഇവിടെ വന്ന് സ്റ്റേജിൽ കയറി പ്രസംഗിക്കലാണ്. അപ്പൊ അവർക്കും പരിഭവം ഉണ്ടാവും. പിന്നെ ഇതിനൊക്കെ ആകെ ഒരു ബാക്കി തുക ഏതാ? വഅ്ള് കടിഞ്ഞിറങ്ങി പോകുമ്പോ ഇതിൽ വന്ന ഒരാളുടെ ഹൃദയത്തിൽ, പറഞ്ഞാളുടെയും കേട്ട ഒരാളുടെയും ഹൃദയത്തിൽ എന്ത് ബാക്കിയായി എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ആകത്തുക. അതല്ലാതെ നല്ല ആഖിറത്തിലൊരു പ്രതിഫലം ഉണ്ടാവില്ല. അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ ഇതിന്റെ അഥർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇതിന്റെ അഥർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാളെ പരലോകമെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നിങ്ങൾ ഈജിപ്തിലെ ഫറോവയുടെ മമ്മി കണ്ടിട്ടുണ്ടോ? അല്ല, ഈജിപ്തിലെ പിരമിഡ് കണ്ടിട്ടുള്ളവരൊന്ന് കൈവക്കുക. ഈജിപ്തിലെ പിരമിഡ് കണ്ടിട്ടുള്ളത്? മമ്മിയല്ല, പിരമിഡ്. ആരും കണ്ടിട്ടില്ല? സുബ്ഹാനല്ലാഹ്. പഠിച്ചതല്ല, നേരിട്ട് പഠിച്ചാലും മനസ്സിലാവില്ല, നേരിട്ട് കാണണം. ഈജിപ്തിലെ പിരമിഡ് കണ്ട ആരുമില്ല കൂട്ടത്തിൽ? അല്ലാഹു അലൈസ മിൻകും റജുലുൻ റഷീദ്. എപ്പോഴെങ്കിലും ഒരു സിയാറത്ത് യാത്ര ഫലസ്തീൻ, ജോർദാൻ, ഇസ്രായേലൊക്കെ ഉസ്താദന്മാർ കൊണ്ടുപോകാറുണ്ട്. അത് അവരുടെ വയറ്റിപ്പടപ്പിനല്ല, ഇതൊക്കെ കണ്ടുപിടിക്കാനാണ്. ചില ആളുകൾ ഉംറയ്ക്ക് കൊണ്ട് ഉസ്താദന്മാർ. ആളുകൾ പറയും ഇപ്പൊ പുതിയ ബിസിനസ്സാണ് ഉംറ ബിസിനസ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, 100 പേരെ കൊണ്ട് ഉംറയ്ക്ക് അമീറായി പോണതിനേക്കാൾ നല്ലത് ഒരു 2000 താറാ കുഞ്ഞുങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വളർത്തണം. 204 പേരുമായിട്ട് ഞാൻ ഹജ്ജിന് പോയിട്ട് അന്ന് ഹറമി വെച്ച് ഞാൻ തീരുമാനം എടുത്ത് ഇനി അമീറായിട്ട് പോയില്ല. അള്ളാഹു പണ്ട് നബിമാരെ ആട് മേയ്ക്കാൻ പറഞ്ഞു വിട്ട് അന്ന് ഹജ്ജ് ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെ കൊണ്ടുപോയി നിങ്ങളൊക്കെ ഹജ്ജിന് ഏറ്റു മുതൽ പോകണം. സഹോദരങ്ങളെ, ഈജിപ്തിൽ പിരമിഡിൽ എവിടെയെങ്കിലും കണ്ടാൽ, ഇപ്പൊ ഞാൻ ആരുടെ ഒരു റിക്രൂട്ട്മെന്റിന് പറയില്ല, ഈജിപ്ത്, ഫലസ്തീൻ, ജോർദാൻ ധാരാളം ഉസ്താദന്മാർ കൊണ്ടുപോകാറുണ്ട്. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഒന്ന് പോയി കാണണം. എല്ലായിടത്തും ഏതാണ്ട് 3 പ്രാവശ്യത്തോളം ഞാൻ തുടർച്ചയായി എല്ലാ വർഷവും പോയി കണ്ടിട്ടുണ്ട്.
അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകൾ ഇവിടെ ഏതൊക്കെ കാഴ്ചകളാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹങ്കാരികളുടെ പതനത്തിന്റെ കഥ പറയുന്ന, എന്നാൽ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയാൽ അതിന്റെ മറുഭാഗത്ത് കിടക്കുന്നുണ്ട് കലീമുല്ലാഹി മൂസാ. മൂസാ നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഫലസ്തീനിന്റെ ഒരു ഭാഗത്ത് പോയാൽ മസ്ജിദുൽ അഖ്സയുടെ മറുഭാഗത്ത് എത്ര ഖബറുകളാ? അവിടെയാണ് ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബിയുടെ ഖബറുള്ളത്. അവിടെയാണ് ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബിയുടെ ഭാര്യയായ റഫീഖ ബീവിയുടെ ഖബറുള്ളത്. അവിടെയാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം. മഹാനവറുകളുടെ കുടുംബ പരമ്പരയിലെ എത്രയോ പ്രവാചകന്മാരുടെ മക്ബറയുള്ള മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അടക്കമുള്ള എത്രയോ സഹാബി വര്യന്മാരുടെ മക്ബറ ഏറ്റവും പരമപ്രധാനമായ ബറക്കത്തുള്ള മണ്ണാണത്. അവിടെ ഒന്ന് പോയി നോക്കുമ്പോ ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം കാണാൻ വെറും $2 കൊടുത്താൽ മതി. അവിടെ ഒരു വലിയ മനുഷ്യൻ കിടക്കുന്നുണ്ട്. അയാളെ കാണണമെങ്കിൽ $20. അയാളാണ് ലഅനത്താക്കപ്പെട്ട ഫിർഔൻ. ആ ഫറോവയുടെ മൃതശരീരം കിടക്കുന്നത് ഈജിപ്തിലാ. അവിടെ തന്നെ ഞാൻ കണ്ട പ്രധാനപ്പെട്ട ഒരു കാഴ്ച ഈജിപ്തിന്റെ പിരമിഡാ. ലോകത്തിന്റെ സപ്താത്ഭുതങ്ങൾ പഠിക്കുമ്പോൾ പിരമിഡിന്റെ പാഠം പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടിന്റെ ചുവട്ടിലൊന്ന് പോയി നോക്കിയാൽ ഭീമാകാരമായ ഏതാണ്ട് 10 മീറ്ററോളം ഉയരമുള്ള 4 മീറ്ററോളം നീളമുള്ള ഏതാണ്ട് 10 മീറ്റർ നീളമെന്ന് പറയുമ്പോൾ ഏതാണ്ട് എന്റെ ഇരട്ടി പൊക്കമുള്ള കലിപ്പമുള്ള ഒറ്റക്കരിങ്കല്ലുകൾ, അതിന് 4 മീറ്ററോളം വീതിയുണ്ട്. അതെങ്ങനെയാണ് ഇത് തട്ടിവെച്ചതെന്നറിയില്ല. അത്രയും ഭീമാകാരമായ ഏതാണ്ട് 40,000-ഓളം കല്ലുകൾ വെച്ചിട്ട് ശവക്കല്ലറ ഉണ്ടാക്കിയിരിക്കുകയാ. അത് ഫറോവ രാജവംശത്തിന്റെ ശവക്കല്ലറയാ. അവിടെയാണ് ഫറോവമാരെ ഖബറടക്കിയത്. ഞാനൊന്ന് ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഒരാളുടെ ഖബറടക്കാൻ എന്തിനാണ് 10 മീറ്ററോളം ഉയരമുള്ള 4 മീറ്റർ വീതിയുള്ള 40,000-ഓളം കല്ലുകൾ കൂട്ടിവെച്ചൊരു ശവകുടീരം എന്തിനാ? അതെന്തിനാന്നറിയോ നിങ്ങൾക്ക്? അതൊക്കെ പറഞ്ഞു തരുന്നത് പരമപ്രധാനമായ ചിന്തയുടെ പാഠമാ. ഫറോവ ചക്രവർത്തിമാര് മരിക്കാൻ തീരുമാനിച്ചാൽ അവര് മരിക്കാനുള്ള സമയമായാൽ പിന്നെ പേടിയവരുടെ മന്ത്രിമാർക്കാ, പിന്നെ പേടിയവരുടെ പട്ടാളക്കാർക്കാ. ഫറോവ ചക്രവർത്തിമാര് മരിക്കാനെടുക്കുമ്പോൾ പറയും എന്റെ മന്ത്രി എവിടെ? ആ മന്ത്രിയെ കൊല്ലുക. എന്റെ സേനാനായകനെവിടെ? സേനാനായകനെയും കൊല്ലുക. എന്റെ 10,000-കണക്കിന് അകമ്പടി സേവിക്കുന്ന പട്ടാളക്കാരെവിടെ? ആ പട്ടാളക്കാരെയും കൊല്ലുക. എനിക്ക് ചന്ദനക്കട്ടിൽ വെഞ്ചാമരം വീശുന്ന സുന്ദരി പെണ്ണുങ്ങളെവിടെ? അവരെയും കൊല്ലുക. എന്തിനാണെന്നറിയോ? എന്റെ കൂടെ അവരെ കൊന്നിട്ട് ഞാൻ മരിച്ചിട്ട് എന്റെ ഖബറിന്റെ കൂടെ എന്റെ മന്ത്രിയെയും എന്റെ സേനാനായകനെയും എന്റെ പട്ടാളക്കാരെയും എന്റെ തോടിമാരെ ഖബറടക്കണം. എന്നിട്ട് എന്റെ കൂടെ എന്റെ ഖജനാവും വെക്കണം, എന്റെ കിരീടവും വെക്കണം, എന്റെ ചെങ്കോലും വെക്കണം, എന്റെ കിരീടം ഇരിക്കുന്ന ഞാൻ ചാഞ്ഞിരിക്കുന്ന സിംഹാസനവും വെക്കണം. അവരെയൊക്കെ ഖബറടക്കിയാൽ, ഒരു രാജാവിനെ ഖബറടക്കിയാൽ കൂടെ ആയിരക്കണക്കിന് പട്ടാളക്കാരെയും മന്ത്രിയെയും സേനാനായകനെയും ഖജനാവടക്കമുള്ളവരെ ഖബറടക്കുമ്പോ പിരമിഡിന് അത്രയേറെ പൊക്കമുണ്ടായത് എന്തിനാ അതൊക്കെ ചെയ്യുന്നതെന്നറിയോ? അഹങ്കാരിയായ ഫറോവമാര് പറയുമത്രേ, നാളെ പരലോകത്ത് ദൈവം തമ്പുരാൻ എഴുന്നേൽപ്പിച്ചു നിർത്തിയാൽ, അങ്ങനെ എങ്ങാനും നാളെ ഒരു പരലോകം എന്നാൽ നാളെ പരലോകത്തിൽ ദൈവത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആരെവിടെയെന്ന് ഞാൻ വിളിക്കുമ്പോൾ ഞാനുണ്ടെന്ന് പറയാൻ എന്റെ മന്ത്രി വേണ്ടേ? എനിക്ക് പടനായകൻ വേണ്ടേ? പരലോകത്ത് അവിടെ ജീവിക്കാൻ എനിക്ക് സിംഹാസനം വേണ്ടേ? എന്ന് പറഞ്ഞിട്ട് തന്റെ കൂടെ 10,000-ങ്ങളെ ഖബറടക്കിയ ഫറോവൻ ചക്രവർത്തിമാര് പോലും നാളെ ഏകരായി തനിക്ക് നാളെ പരലോകത്തൊരു കൂട്ടിന് വേണ്ടി 10,000-ങ്ങളെ തന്റെ കൂടെ ഖബറടക്കി കുടിച്ചു മൂടിയ ഫറോവയുടെ ചക്രവർത്തിമാര് പോലും നാളെ പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോ ഏകനായി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരാൾ പോലും സഹായത്തിനില്ലാതെ ഏകനായി എഴുന്നേറ്റ് നിൽക്കുന്ന ഏകാന്തതയുടെ ആരുമില്ലാതെ പരസ്പരം നെട്ടോട്ടമോടുന്ന ഒരു ലോകമാണ് മഹ്ശറ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി.
വാപ്പയെ കണ്ടാൽ മക്കളോടി വിളിക്കുന്ന, ഭർത്താവിനെ കണ്ടാൽ ഭാര്യയോടി വിളിക്കുന്ന ഏറ്റവും വലിയ ഏകാന്തതയുടെ ലോകമാണ് മഹ്ശറ. ആ സമയത്ത് അല്ലാഹു നമുക്ക് കൂട്ടാളികളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഒത്തിരി വാത് കേട്ടിട്ടുണ്ട്, പരലോകത്തോട്ട് ഞാൻ കടക്കുക, അവിടെ വാപ്പയെ കണ്ടാൽ മക്കൾ തിരിഞ്ഞു നോക്കൂല, മക്കളെ കണ്ടാൽ വാപ്പ തിരിഞ്ഞു നോക്കൂല, ഭർത്താവിനെ കണ്ടാൽ ഭാര്യ തിരിഞ്ഞു നോക്കൂല. അങ്ങനെയല്ലേ? നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരാ പടച്ചവനെ? ഇതെന്താ നിങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടിന് തോറ്റുപോയ സ്ഥാനാർത്ഥി നോക്കണം. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒറ്റ വോട്ടിന് തോറ്റുപോയ സ്ഥാനാർത്ഥികളുണ്ട്. അവരെ നാട്ടിൽ കൂടെ ഇറങ്ങുമ്പോൾ പിന്നെ ഓരോരുത്തരെയും തുറച്ചു നോക്കടാ, പഹയ നീ ചെയ്യാഞ്ഞിട്ടല്ലടാ ഞാൻ തോറ്റെന്ന്, ഒറ്റ വോട്ട്. അങ്ങനെ നിങ്ങൾ എന്നെ തുറച്ചു നോക്കണം എന്തിന്? നാളെ നമ്മൾ കേട്ട ഒരായത്താണ്, പരലോകത്ത് വാപ്പയെ കണ്ടാൽ മക്കൾ നോക്കില്ല, മക്കളെ കണ്ടാൽ വാപ്പയെ നോക്കില്ല, ഭാര്യയെ കണ്ടാൽ ഭർത്താവ് നോക്കില്ല. എന്നാൽ നാളെ പരലോകത്ത് ചില ആളുകൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവരുടെ ഭാര്യയും മക്കളും അവരുടെ അടുക്കലേക്ക് ഓടി വരും, നമുക്കിവിടെ ഒന്നിച്ച് നടക്കാമെന്ന് പറഞ്ഞ് അള്ളാഹു നമ്മൾ അതിൽ പെടുത്തട്ടെ. ഇത് തെമ്മാടികളുടെ അവസ്ഥയാണ് ഖുർആൻ പറഞ്ഞത്. യൗമ യഫറുൽ മർഉ മിൻ അഖി എന്ന് പറഞ്ഞത് മുത്തഖീങ്ങൾക്കല്ല. മുത്തഖീങ്ങളുടെ അടുക്കലേക്ക് ഭാര്യയും ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ ഓടി വരും അടുത്തേക്ക്. എന്നിട്ട് വരും, വാപ്പ വരിൻ എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. കേട്ടിട്ടില്ല? നിങ്ങൾ ആയത്ത് എല്ലാവർക്കാന്ന് കരുതിയിരിക്കുക, അത് തെമ്മാടികൾക്കാണ്. നാളെ പരലോകത്ത് രണ്ട് വിഭാഗം ആളുകളെയുള്ളൂ. ഒന്ന് തെമ്മാടി, മറ്റൊന്ന് നിങ്ങളെന്ത് മനുഷ്യന്മാരവിടെ. ഒന്ന് തെമ്മാടി, മറ്റൊന്ന് മുത്തഖീങ്ങൾ. മറ്റൊന്ന് തെമ്മാടി. ഇത് അഹമ്മദ് കബീറിന്റെ ഭാഷയല്ല, തെമ്മാടി. ഖുർആൻ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോ ആ സമയത്ത് അള്ളാഹു വിളിക്കുന്നടാ തെമ്മാടി, മാറി നിൽക്കടാ തെമ്മാടി. അയ്യുഹൽ മുജ്രിമൂൻ, ഇന്നേ ദിവസം ഇങ്ങോട്ട് മാറി നിൽക്കടാ. അയ്യുഹൽ മുജ്രിമൂൻ, തെമ്മാടി മാറി നിൽക്കടാ. മുജ്രിമിന്റെ അർത്ഥം നിങ്ങളൊന്ന് പറഞ്ഞടാ, തെമ്മാടി മാറി നിൽക്കടാ. അന്ന് പരലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ തിരിച്ചറിയാൻ കഴിയും. യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നവാസി വൽഅഖ്ദാം ഫബിഅയി ആനാഇ റബ്ബികുമാ തുകദിബാൻ. സൂറത്തുർ റഹ്മാനൊക്കെ പാരായണം ചെയ്യുമ്പോൾ ഈ പറയുന്നതൊക്കെ പരലോകത്തിന്റെ പരിഭ്രാന്തിയുടെയും പരവേശത്തിന്റെയും ഭയാനകതയുടെയും ഏകാന്തതയുടെയും ഒറ്റപ്പെടലിന്റെയും ദുഃഖത്തിന്റെയും കഥനത്തിന്റെയും സങ്കടത്തിന്റെയും കരച്ചിലിന്റെയും അദാബിന്റെയും പീഡനത്തിന്റെയും താടനത്തിന്റെയും കഥകളാണെന്ന് ഓർക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഖുർആനിനപ്പുറത്തേക്ക് ചിന്തയാണ് വേണ്ടത്. യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നവാസി വൽഅഖ്ദാം. അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന തെമ്മാടികളുടെ പെരടിയിലും കാലിലും പിടിച്ചിട്ട് അവരെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ നിന്റെ പെടലിയിലും നിന്റെ കാലിലും പിടിച്ചിട്ട് ബിസീമാഹും ഫയുഖദു ബിന്നവാസി വൽഅഖ്ദാം. അവന്റെ പെരടിയിലെ കാലിലും പിടിച്ചിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുകയാ. നാളെ പരലോകത്ത് പടച്ചിറപ്പിന് മുമ്പ് മലക്കുകളുടെ ഭീമാകാരമായ കൈകൾ കൊണ്ട് പെടലിയിലെ കാലിലും പിടിക്കപ്പെട്ട തെമ്മാടികൾ അള്ള വിളിക്കുമെടാ, തെമ്മാടി മാറി നിൽക്കടാ. മറുഭാഗത്തോ വേദനറിയോ, ഒരു വിഭാഗം ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. മറ്റൊരാളുകളോ സ്വർഗം അവരെ മാടി വിളിക്കുകയാണ്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്നെ കേൾക്കാനെത്തിയ കാലിച്ചാനെടുക്കത്തെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പെങ്ങളെ സ്വർഗമന്വേഷിച്ച് അങ്ങോട്ട് പോവലല്ല. കരികാലത്തിന്റെ സൂചി പുറകോട്ട് നടക്കട്ടെ, സ്വർഗമന്വേഷിച്ച് അങ്ങോട്ട് പോവുകയല്ല. നീ വരുന്നതിനകത്ത് സ്വർഗം നിന്നെ മാടി വിളിക്കുകയാ. ആ
മാടി വിളിക്കുന്ന നാർക്കെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വൗസുലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈർ വൗസുലിഫത്തിൽ ജന്ന സ്വർഗ്ഗം നീ നിൽക്കുന്നിടത്തേക്ക് സ്വർഗ്ഗത്തെ വലിച്ചു കൊണ്ടുവരും. ആ സ്വർഗ്ഗം നിനക്ക് വേണ്ടി തയ്യാറാക്കപ്പെടും. അവനാണ് യഥാർത്ഥ മുത്തഖീ. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളാക്കട്ടെ. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളാക്കട്ടെ. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളാക്കട്ടെ. അങ്ങനെ മുത്തഖീങ്ങളാകണമെങ്കിൽ ആകാശത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് ഒരു മാന്ത്രിക പടി കൊണ്ടുവന്ന് നിന്റെ തലയിൽ കൊണ്ട് വലിച്ചിട്ട് നീ മുത്തഖിയാവട്ടെ എന്ന് പറയുന്ന മാന്ത്രിക ജാലം ഇസ്ലാമിന്റെ മാനിഫെസ്റ്റോയിലില്ല. മോനെ, ഹൃദയം കൊണ്ട് മാറാൻ കഴിയണം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വന്തം ഹൃദയം കൊണ്ട് മാറാൻ ഒരാൾ തീരുമാനിക്കത്തിടത്തോളം കാലം അല്ലാഹുവിനെ മാറ്റാൻ തീരുമാനിക്കുകയില്ല. സ്വയമായി മാറാൻ കഴിയുന്ന, സ്വയമായി പരിവർത്തനത്തിന് വിധേയരാക്കപ്പെടുന്ന, നാളെ പടച്ചറപ്പിന്റെ ആഗ്രഹത്തിന്റെ പരലോകത്തെ ആഗ്രഹിച്ചിട്ട് ആ പരലോകത്തേക്ക് നടക്കാൻ കഴിയുന്ന ഒരു മാനസിക പരിവർത്തനം വന്നാലല്ലാതെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരാ മോനെ ഉമറാരാ? ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിന്റെ ഗതിയൊടുക്കുകൾ തന്നെ മാറ്റിത്തിരിച്ച ഡൽഹി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം പിടിച്ച അവരവിന്ദ് കെജ്രിവാൾ എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ലാളിത്യത്തിന്റെ ഉടമയായ ഭരണാധികാരി, ഡൽഹി സിംഹാസനത്തിന്റെ, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ തലസ്ഥാനമായ ഡൽഹി സിംഹാസനത്തിന്റെ അടിത്തട്ടിലിരുന്നിട്ട് ഇന്ത്യ രാജ്യം ഭരിക്കാൻ ഈ ഡൽഹി ഭരിക്കുമ്പോ സാധാരണക്കാരനെ പോലെ വിധാനസഭയുടെ ക്യാൻറ്റീനിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന, വാർച്ചരിപ്പെട്ടിട്ട് നടന്നു പോകുന്ന, അടയാളങ്ങളും അലങ്കാരങ്ങളും ഇല്ലാതെ ഡൽഹി നഗരത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരില്ലാതെ ലാളിത്യ ജീവിതം നയിക്കുന്ന ഡൽഹിയുടെ പ്രധാനമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്, എന്റെ ഭരണത്തിങ്കാ ഇങ്ങനെ ഭരിക്കാൻ എന്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയത് 1400 വർഷങ്ങൾക്ക് മുമ്പ്, ഈ നൂറ്റാണ്ടിലല്ല, കഴിഞ്ഞ നൂറ്റാണ്ടിലല്ല, ബിഫോർ 1500 years ago, 1500 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യ ഭരിച്ച ഉമറിന്റെ ഭരണമാണ് എന്റെ ഹൃദയത്തെ സ്വാധീനിച്ചതെന്ന് ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ പോലും ആ ശബ്ദം കേൾക്കുമ്പോ അരവിന്ദ് കെജ്രിവാളിന്റെ 1948 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ സമയത്ത് കലാപത്തിന്റെ വൈതരണികൾ പേറി ആയിരക്കണക്കിന് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും വെട്ടിമരിച്ചിട്ട് പാവപ്പെട്ട ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ശിരസറ്റ ഗബന്ധങ്ങൾ ബോംബെയുടെയും ഡൽഹിയുടെയും അടുക്കുചാലുകളിൽ തറപറ്റി നടന്നപ്പോ ആ സമയത്ത് ഇന്ത്യ രാജ്യത്തിന്റെ പദോഗതിയിൽ മനം നൊന്നിട്ട് നവകാരിയുടെ അഭയാർത്ഥി ക്യാമ്പിലെ സത്യാഗ്രഹമിരുന്ന ചരിത്രത്തിന്റെ അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പോലും ഇന്ത്യ രാജ്യത്തിന് സമാധാനം ഉണ്ടാകണമെങ്കിൽ അറേബ്യ ഭരിച്ച ഉമറിന്റെ ഭരണം വരണമെന്ന് ആത്മാർത്ഥമായോ അല്ലാതെ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ മഹാത്മാഗാന്ധി മുതൽ പൈലോ കൊയ്ലോ മുതൽ അരവിന്ദ് കെജ്രിവാൾ വരെ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും 15 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ലോക ചരിത്രത്തിന്റെ ഇടനാടുകൾ പലപ്പോഴും ആവർത്തിക്കപ്പെടുന്ന ശബ്ദമായി മാറിയ ഉമറാനെന്നറിയോ പൊന്നുമോനെ? ഒരു കാലഘട്ടത്തിലെ സിരകളെ ലഹരി ബാധിക്കുന്ന രാത്രി ചന്തയിൽ സുന്ദരി പെൺകുട്ടികളുടെ കൈപിടിച്ചിട്ട് ഉന്മാദനത്തം ചവിട്ടിയ അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ ഒരു പിടിച്ച വാളുമായി കുതിച്ചു പായുന്ന കുതിരപ്പുറത്ത് ദുഗമനം ചെയ്ത അവസാനം അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ പോയ മനുഷ്യനല്ലയോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ എന്ന വാർത്ത കേട്ടിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊച്ചുകുട്ടിയെ പോലെ പാഞ്ഞുവന്ന് കിടക്കും ആയിഷാ ബീവിയുടെ വീടിന്റെ നടുമുറ്റത്ത് കിടക്കുന്ന സുന്ദര പൂമാട് ചന്ദ്രവദനത്തിലേക്ക് നോക്കി നിൽക്കുമ്പോ ആരോ വിളിച്ചു പറഞ്ഞുവല്ലോ, തൂഫിയ റസൂലുള്ളാഹ്, ഹബീബായ നബി നിങ്ങൾ വഫാത്തായി. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ എന്താ മടിച്ചു നിൽക്കുന്നത്? റബീഇന്റെ പൊന്നമ്പിളി തിങ്ങൽക്കലാ നമ്മുടെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കയ്യെത്തും ദൂരത്തെത്തി നിൽക്കുമ്പോ ലോകം മുഴുവനും ഒരു റബീഇന്റെ ഉള്ളിലോട്ട് കടന്നു പോകുമ്പോ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നൊരു വാർത്ത ഞാൻ പറയട്ടെ. എന്തേ കാസർഗോഡ് ജില്ലയില് കാലിച്ചാനടുക്കത്തുള്ള ചെറിയ സദസ്സാകട്ടെ വലിയ സദസ്സാവട്ടെ, എന്താ ചെറുപ്പക്കാരാ മുഹമ്മദ് എന്ന് കേട്ടപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാ ആ പേര് നിന്റെ മനസ്സിൽ
മനസ്സിൽ സ്വാധീനിപ്പിക്കാത്തതെന്താ? ഇന്ന് രാവിലെ കേട്ട വാർത്ത എന്തെന്നറിയോ? 2015 അമേരിക്കയിൽ ഏറ്റവും സ്വാധീനം നേടിയ പേര് മുഹമ്മദാ. 2015 ഇന്ത്യ രാജ്യത്തിന്റെ 2015 ഇന്ത്യയിലല്ല, അമേരിക്ക എന്നറിയപ്പെടുന്ന ഫലസ്തീനിലെ പ്രായപൂർത്തിയാകാത്ത പാവപ്പെട്ട പിഞ്ചുമക്കളെ ബുൾഡോസറുകൾ ഇട്ടിട്ട് തകർത്ത് തരിപ്പണമാക്കുന്ന അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളുടെ മുമ്പിൽ കല്ലും കവണയും ഉപയോഗിച്ച് കിന്തിഫാടയിലൂടെ ചെറുത്തു നിൽക്കുന്ന പാവപ്പെട്ട ഫലസ്തീനികളെ, ഇറാഖികളെയും സോമാലിയിലും അഫ്ഗാനിലും വിയറ്റ്നാമിലും 10,000ങ്ങളെ കൊന്നൊടുക്കാൻ ഇസ്ലാമിന്റെ അസ്തമയ സ്വപ്നം കാണുന്ന അമേരിക്ക, അതേ അമേരിക്കയിൽ 2015 പിറന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെച്ച പേര്, ആ പേരേടെന്നറിയോ? അതെന്റെ മോദാവിന്റെ പേരാണ്, മുഹമ്മദ് മുസ്തഫ. വല്ലാഹു അസ്മാക അസ്മ മുബാറക അസറകല്ലാഹു ബിഹി സാറക. 2015 അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പിറന്നു വീണ കുഞ്ഞുങ്ങൾ കിട്ട പേര്. 2014 ഒളിവറാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കിട്ട പേര്. 2013 ജാക്ക് എന്ന പേരാണ്. 2013 ജാക്കിനെ പിന്തള്ളി, 2014 ഒളിവറിനെ പിന്തള്ളി, 2015 അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാ അമേരിക്കയിൽ ഒന്നാമതെങ്കില്. എന്തേ ചെറുപ്പക്കാരാ, നമ്മുടെ ഹൃദയത്തിൽ മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോ യാ സയ്യിദ് സാദാതി ജിതുക ഖാസിദാ അർജൂ റിളാക വഅഹ്തമി ബിഹിമാക. നേതാക്കന്മാരുടെ നേതാവായ നബിയെ, അങ്ങയുടെ സമക്ഷത്തിലേക്ക് ചാരി വന്നു നിന്നിട്ട് ഞങ്ങളെ ഇഷ്കിന്റെ കഥ പറയുന്നത് എന്തിനെന്നറിയോ? വല്ലാഹി യാ ഖൈറൽ ഖലായിഖി ഇന്നനി കൽബം മശൂഖന ലാ യറൂമു സിവാക. അങ്ങയോടുള്ള അനുരാഗമല്ലാതെ, അങ്ങയോടുള്ള സ്നേഹമല്ലാതെ, അങ്ങയോടുള്ള പ്രേമമല്ലാതെ ഈ ഹൃദയാന്തരാളത്തിൽ ഇല്ല നബിയേ. ആ സ്നേഹത്തിന്റെ പ്രകടനം പോലെ ഉറക്കെ നിന്റെ ചുണ്ടുകൾ ചലിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ആ പ്രവാചകത്വ പ്രേമത്തിന്റെ പ്രകൃതുല്യമായ മാതൃക പോലെ ഹബീബായ മുത്തിന്റെ വഫാത്തിന്റെ സേളയെ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊൻചമ്പകപ്പൂ വദനങ്ങളിലേക്ക് നോക്കി അവിശ്വസനീയതയോടെ ഉമർ നിൽക്കവേ തൂഫിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി. ആ വഫാത്താരോ പറഞ്ഞു കേട്ടപ്പോൾ അരയിൽ കിടന്ന ആളൂരി പിടിച്ചിട്ട് ആരെങ്കിലും എന്റെ ഹബീബായ നബി തങ്ങൾ വഫാത്തായെന്ന് പറഞ്ഞാൽ ആ പറയുന്നവന്റെ തല ഞാൻ ഈ വാളുകൊണ്ട് കൊയ്തെടുക്കുമെന്ന് പറഞ്ഞതാരാ? അതേ വാളുകൊണ്ടാണ് ഈ മനുഷ്യന്റെ തല കൊയ്യാമെന്നത്. ഏത് വാളുകൊണ്ട് ഏത് മനുഷ്യന്റെ തല കൊയ്യാൻ ഇറങ്ങി പുറപ്പെട്ട അസുരവിത്താണോ അതേ ആളും മരിച്ചെന്ന് കേട്ടപ്പോ ഇല്ല ഇല്ല, അത് പറയുന്നവന്റെ കെടുത്തിന് വെട്ടിയെടുക്കുമെന്ന് പറയുന്ന മാനസിക പരിവർത്തനത്തിന്റെ പ്രഫുല്ലമായ മാതൃകയായി വ്യക്തിത്വത്തിന്റെ ധവള പ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ച ചാച്ചല പ്രതിഭയായി ഉമർ മാറുമ്പോ അവസാനം അബൂബക്കർ റളിയല്ലാഹു തആല വന്ന് ഉമറേ, ഇതെന്താ ഉമറേ? ഇല്ല അബൂബക്കറേ, ഹബീബായ മുത്ത് വഫാത്തായിട്ടില്ല. മൂസാ നബി തൂർ സീനാ പർവതത്തിൽ അല്ലാഹുവോട് സംസാരിക്കാൻ പോയിട്ട് 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നതുപോലെ എന്റെ ഹബീബായ മുത്ത് മരിച്ചില്ല അബൂബക്കറേ. അല്ലാഹുവോട് സംസാരിക്കാൻ മുത്ത് നബി പോയതാണ്. 40 ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഹബീബായ റസൂലുള്ളാഹി തിരിച്ചു വരും അബൂബക്കറേ. ഈ കിടക്കുന്ന കിടപ്പ് വഫാത്തിന്റെ കിടപ്പല്ല, ഈ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞിട്ടില്ല. മൂസാ നബി പോയതുപോലെ അല്ലാഹുവിനെ കാണാൻ പോയതാണ് എന്നെ മുത്ത്. 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു. കല്ലുകുടിയനിൽ നിന്ന് ഉമറിലേക്കുള്ള പ്രവാചക പ്രേമിയിലേക്കുള്ള ദൂരമേതാ? അവസാനം ഹബീബായ നബി തങ്ങൾ വഫാത്താകുമ്പോ
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് മുമ്പ് മദീനത്തെ പള്ളിയുടെ മിമ്പറിലിരുന്ന് ഖുത്ബ ഓതുമ്പോ ഉമറിന്റെ അവസാനത്തെ ആഗ്രഹമെന്ന് ദുആ ചെയ്യുകയാ. ഇത് പറയാനാണ് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് സംവദിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസാനത്തെ ആഗ്രഹമേടാ? മദീന പള്ളിയിലെ വെള്ളിയാഴ്ച ഖുത്ബ ഓതുമ്പോ അല്ലാഹുവേ 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 ഈ ഉമറിനൊരു ആഗ്രഹമുണ്ട്. അല്ലാഹുവേ അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ ബലദി റസൂലിക. നിന്റെ ഹബീബായ നബി തങ്ങളുടെ മദീനയിൽ ഷഹീദാവാ എനിക്ക് അവസരം നൽകണേ അല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹമോ? സഹാബത്ത് ആമീൻ പറഞ്ഞില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹാബത്തെ ആമീൻ പറയണേ. അമ്മിനൂ റഹ്മക്കുമുല്ലാഹ്. ഒന്നാമീൻ പറ, അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. ഇല്ല ഉമറേ, നിന്റെ ദുആ നടക്കില്ല ഉമറേ. കാരണം എന്നാ, മദീനയിൽ കിടന്ന് ഷഹീദാവാൻ കഴിയില്ലല്ലോ. ഷഹീദാകണമെങ്കിൽ യുദ്ധം നടക്കണ്ടേ? മദീന ഹറമല്ലയോ? ഹറമിൽ യുദ്ധം ഹറാമല്ലയോ? ഹറമിന് യുദ്ധം നടക്കില്ലല്ലോ. യുദ്ധം നടന്നാലല്ലേ ഷഹീദാവാൻ പറ്റൂ. ഒരിക്കലും സംഭവിക്കാത്ത നടക്കാത്ത ആഗ്രഹമാണെന്ന് സഹാബത്ത് നിരുത്സാഹപ്പെടുത്തവേ, എന്നെ കേൾക്കുന്ന പെങ്ങള്, മനസ്സിലൊരാഗ്രഹം വന്നാ പിന്നെ പടച്ചറബ് സാധിച്ചു തരില്ലയോ? ആ ഒരൊറ്റ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനാണ് ഹബീബായ നബി തങ്ങളുടെ വിയോഗം കണ്ട മദീനയിൽ തന്നെ തനിക്കും ഷഹീദാവണമെന്ന ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനാണ് സുബഹി നമസ്കാരത്തിന് പോയി ഇമാമത്ത് നിൽക്കുമ്പോ അബൂലുഅലുഅന്റെ പിച്ചാത്തിപ്പടി വയറ്റിലേക്ക് കുത്തിയിറക്കിയത്, കുടൽമാല വെളിയിലേക്ക് ചെതറിത്തെറിച്ചത്, ആ ഒരു ചെറുപ്പക്കാരന് ആഗ്രഹം നടത്തി കൊടുക്കാൻ സുബഹി നമസ്കാരത്തിന് പിച്ചാത്തിപ്പടി വയറ്റിലേക്ക് കുത്തിക്കയറി കുടൽമാല വെളിയിലേക്ക് ചാടി കുത്തേറ്റ് മരിക്കുന്നവന് ഷഹീദിന്റെ പ്രതിഫലമല്ലയോ? ഇതാണ് ജീവിതത്തിന്റെ മാനസാന്തരത്തിന്റെ മാതൃക. അവസാനം ഉമർ റളിയല്ലാഹു തആല അൻഹു കുടൽമാല വെളിയിലേക്ക് വീണ് രക്തം തടം തല്ലിയാ തുടങ്ങി. അബോധാവസ്ഥയിൽ കിടക്കുമ്പോ കുറച്ചു കഴിഞ്ഞപ്പോ ബോധം വന്നപ്പോ മകനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാ. ചോദിച്ചതെന്നറിയോ? ബോധം വന്നപ്പോ എന്റെ പൊന്നുമക്കൾ എവിടെയെന്നല്ല, എന്റെ ഭാര്യ എവിടെയെന്നല്ല, സുബഹിയുടെ സമയം കഴിഞ്ഞു സഹാബാ. എന്താ ഉമറേ, എന്താ ഉമറേ? ഞാൻ സുബഹിയുടെ ആദ്യത്തെ റക്അത്തിൽ ഇമാമത്ത് നിർവഹിക്കുമ്പോഴാണ് കുത്തേറ്റ് വീണത്. ഇന്നത്തെ സുബഹി പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്റെ പടച്ചറപ്പിലേക്ക് പോകുകയല്ലേ. അള്ളാന്റെ മുമ്പിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു സുബഹി എന്തിന് കലാക്കി എന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ റബ്ബിനോടൊന്ന് മറുപടി പറയുമെന്ന് ഒരു കാലക്കുത്തുകുള്ള ചന്തയിലെ മദ്യപാനിയായ സിരകളെ ലഹരി ഭരിക്കുന്ന നാത്തിയിലെ സുന്ദരി പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് അടിഞ്ഞാട്ടം നടത്തിയ ഉമറിന്റെ പരിതാപകരമായ ചിന്തയാണിതല്ലാ. അല്ലാഹുവേ, നാളെ മരിച്ചിട്ട് എന്റെ റബ്ബിന്റെ മുമ്പിൽ പോകുമ്പോ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നിന്റെ ശരീരത്തിൽ റൂഹുണ്ടായിട്ട് ഒരു സുബഹി എന്ത് കലാക്കി ഉമറേ എന്നെന്റെ റബ്ബ് ചോദിക്കുമ്പോ ഞാനെന്ത് മറുപടിയാ പറയാ? ഞാനെന്ത് മറുപടിയാ പറയാ? എനിക്ക് നാളെ പരലോകത്തെ പേടിയാണെന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു തആല അൻഹു. അതാണ് യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ഞാനൊരു കഥ നിങ്ങൾക്ക് പറയട്ടെ. തന്റെ വാപ്പ ഇങ്ങനെ പറഞ്ഞ് കരയുന്നത് മരിക്കുന്നതിന് മുമ്പ് ഒരു സുബഹി കളാക്കുന്നതിന്റെ പേരില് നാളെ അല്ലാഹു ചോദിക്കുമെന്ന് പറഞ്ഞ് മരണത്തിന് തൊട്ട് മുമ്പ് തന്റെ വാപ്പ മടിയിൽ കിടന്ന് കരയുന്നത് കണ്ടിട്ട് വളർന്ന മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. വാപ്പയുടെ മകൻ മോശക്കാരനാവില്ലല്ലോ. വാപ്പയും ഉമ്മയും കൂടി പെൺവാടി നടക്കുന്ന പുതിയ ലോകത്തിന്റെ നവലോകക്കവത്തിന്റെ ചീഞ്ഞളിഞ്ഞ സമ്പ്രദായത്തിൽ ഓർമ്മിപ്പിക്കുകയാ. ഇത് കേട്ട് വളർന്ന മകനാണ് സുബഹി നമസ്കാരത്തിന് ഇത് ഓരോ സുബഹിക്ക് ഇമാമത്ത് നിൽക്കുമ്പോ ഈ ആയത്തോതി യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. നാളെ സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ട
ദിവസം ഈ ആയത്തോതേന്റെ താമസം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല ബോധരഹിതനായി താഴെ വീണു പോയി. വാപ്പ മടിയിൽ കിടന്നിട്ട് മരിക്കുന്നതിന് മുമ്പ് ഏതൊരു ദിവസത്തെ പേടിച്ചു കരഞ്ഞോ, അതേ ദിവസത്തെ കുറിച്ചുള്ള ഓർമ്മ വരുമ്പോ, അതേ സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോ ബോധരഹിതനായി താഴെ വീണു പൊട്ടിക്കരയുമായിരുന്നു. അലാലൈത ശരീഹൽ അബീതന്ന ലൈലതൻ, അല്ലാഹുവേ നാളെ എന്റെ അവസ്ഥ എന്താ നിനക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. കാരണം വാപ്പ പഠിപ്പിച്ചതാണ്, 7 മണി മുതൽ 10:30 വരെ മക്കളെ ഇരുന്ന് സീരിയൽ കാണിക്കടി പെണ്ണേ, നീ നിന്റെ ആഭാസം കാണിച്ചു കൊടുക്ക്. മരിക്കുന്നതിന് മുമ്പ് വാപ്പ എന്തോത്തിട്ട് കരഞ്ഞോ അതോത്തിട്ടാണ് മകൻ പിന്നെ സുബഹി നിസ്കാരത്തിൽ കരഞ്ഞിട്ട് താഴെ വീണിട്ടുള്ളത്. അല്ലാഹു ബോധം തരട്ടെ.